സോങ്ങിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അതിനായി മധ്യവകുപ്പിലെ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുകയും അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു എന്നരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. BBSൻ്റെ ഫൈനൽ ഡേ പ്രോഗ്രാമിനായിട്ടാണ് ഞങ്ങൾ അടുത്ത് വരുന്നത്. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ 7 ദിവസം വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഗോഡ്സ് വൈഫൈ എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിൽ ജീവിപ്പാൻ പ്രിയ കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങളിലൊക്കെ ഒരുക്കി അവിടുത്തെ ആത്മാവുകൊണ്ട് ശക്തീകരിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങൾ പ്രത്യാശിക്കുന്ന നല്ല ഭാവി അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, BBSനെ എത്രത്തോളം കർത്താവെ അനുഗ്രഹത്തോടെ നടത്തുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയ അണിസാറിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു.
കർത്താവെ ദൈവിക മൂല്യങ്ങൾ അവിടുത്തെ വചനം ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ 30, 60, 100 മേനിയായി തുളയുവാൻ സഹായിക്കണം. കർത്താവെ BBS ഇപ്രകാരം ക്രമീകരിക്കാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇതിൻ്റെ കമ്മിറ്റിയായി കൂടിയാലോചിക്കുകയും വിവിധങ്ങളായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെയും ചെയ്തു. അതിന് നേതൃത്വം നൽകിയ BBS കമ്മിറ്റിയെ പ്രത്യേകമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ജീവിക്കായി സ്തോത്രം ചെയ്യുന്നു. കൺവീനറായ നാടുകളിൽ തൻ്റെ മകൾ ചെയ്ത ശുശ്രൂഷയ്ക്കായി സ്തോത്രം. പ്രിയ മനോജനായി സ്തുതിക്കുന്നു. തൻ്റെ മകനും ഭാവം നൽകിയ ശുശ്രൂഷയ്ക്കായി സ്തുതിക്കുന്നു. പ്രിയ ഹോസ്റ്റലിൻ്റെ കൊച്ചമ്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകളെയും ബലപ്പെടുത്തിയത് അധ്യാപകരായിട്ട് ശുശ്രൂഷ ചെയ്ത എല്ലാവർക്കായിട്ട് സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിപ്പാൻ, അവർക്ക് ദൈവവചനം പകർന്നു കൊടുക്കാനൊക്കെ അവരെ ശക്തീകരിച്ചിരിക്കുകയായി സ്തോത്രം. കർത്താവെ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ താലന്തുകൾ കർത്താവെ പ്രയോജനകരമായി ഉപയോഗിക്കാൻ, അവരുടെ അവസരങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, അവരുടെ കർത്താവെ സമയം കർത്താവെ പ്രയോജനകരമായി ഉപയോഗിക്കാനൊക്കെ കൃപയ്ക്കായി സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. ശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അയച്ച മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ മനന്റെ പ്രോഗ്രാമിനോടും അതിൽ പങ്കെടുക്കുന്നവരോടും അതിൽ മുഖ്യ സന്ദേശം നൽകുന്ന പ്രിയപ്പെട്ടവരോടും നേതൃത്വം നൽകുന്നവരോടും അനുഗ്രഹത്തോടെ നടത്തുന്നത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകുന്നതും ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ അപേക്ഷിക്കുന്ന കൃപയോടെ ദൈവത്തിനോട് മറാകണമേ. ആമേൻ. ബൈബിൾ റീഡിങ്ങിനായി നമ്മുടെ BBSലെ ശിശുവകുപ്പിന്റെ അധ്യാപകനായ നിബിൻ ചാൾസിനെ ക്ഷണിക്കുന്നു. സങ്കീർത്തനം 146 15 മുതൽ 11 വരെ. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തിവെക്കുന്നു. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളും ദയാലുമാകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. സ്വാഗത പ്രസംഗത്തിനായി BBSലെ ബാലവകുപ്പിലെ ടീച്ചറായ പ്രീതി തോമസിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, വിശിഷ്ടാതിഥി, ഡയറക്ടർ, പ്രസിഡന്റ്, ടീച്ചേഴ്സ്, പേരൻസ്, പ്രിയപ്പെട്ടവർ, 2025 BBSന്റെ സമാപന ചടങ്ങിനാണല്ലോ നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. സങ്കീർത്തനം 145 18 വാക്യം, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ആ വാക്യത്തെ ആധാരമാക്കിയാണ് ഈ വർഷത്തെ ചിന്താവിഷയം ഗോഡ്സ് വൈഫൈ ഓൾവേസ് ഓൺലൈൻ വിത്ത് ഗോഡ്. ഈ വർഷത്തെ BBS ഇത്രത്തോളം അനുഗ്രഹീതമായി നടത്തുവാൻ സഹായിച്ച കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഇവിടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന സെന്റ് ജോൺസ് മാർത്തോമ ചർച്ച് വികാരിയും ഈ വർഷത്തെ BBS പ്രസിഡന്റായി സ്ഥാനം വഹിക്കുന്ന റെവറൻഡ് റെനു ജോൺ അച്ഛനെയാണ്. വളരെ ഊർജ്ജസ്വലമായി കൈത്താങ്ങായി പ്രവർത്തിച്ച അച്ഛനെ ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയാണ്. ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അതിഥിയുടെ അഭാവത്തിലും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വെളിയം TVTMH സ്കൂളിലെ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ, ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം ഡയോസിസിലെ ഭദ്രാസന സൺഡേ സ്കൂൾ സമാജത്തിലെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അനിൽ P. വർഗീസ് അവരുകളാണ്. വളരെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേരും. നമുക്ക് നല്ല സന്ദേശങ്ങളും കുഞ്ഞുങ്ങളോട് സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേരുന്നതാണ്. സാറിനെ ഈ ചടങ്ങിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ BBS 4 സഭകളും ചേർന്ന് യുണൈറ്റഡ് BBS ആയിട്ടാണ് നടത്തി വരുന്നത്. ഇതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ ഓരോ ഇടവക അച്ഛന്മാരുമാണ്. ഈ വർഷത്തെ BBS വൈസ് പ്രസിഡന്റ്മാരായി സ്ഥാനം അലങ്കരിച്ച സെന്റ് തോമസ് CSI ചർച്ച് വികാരി റെവറൻഡ് MD കോശി അച്ഛൻ, CSI ക്രൈസ്റ്റ് ചർച്ച് വികാരി റെവറൻഡ് ജോസ് ജോർജ് അച്ഛൻ, സെന്റ് സ്റ്റീഫൻസ് CSI തമിഴ് ചർച്ച് വികാരി റെവറൻഡ് മോസസ് ഡേവിഡ് അച്ഛൻ. കുഞ്ഞുങ്ങളുടെ കൂടെ പാട്ടുകൾ പാടുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും എല്ലാം സജീവമായ സാന്നിധ്യം നൽകി അനുഗ്രഹിച്ച ഈ അച്ഛന്മാരെ വളരെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹനി പോൾ സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളിൽ സുവിശേഷത്തിന്റെ തീ ജ്വലിപ്പിക്കുവാനും സാറിന്റെ സാന്നിധ്യം വളരെയധികം കുഞ്ഞുങ്ങൾക്ക് കൂടെ നിന്ന് അവരിൽ ഒരാളിൽ പ്രവർത്തിക്കുവാനും സാറിന് സാധിച്ചു. സുവിശേഷം ഈ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ സാറിന്റെ സാന്നിധ്യം വളരെ അധികമായിരുന്നു.
സാറ് വഴികാട്ടിയായി നമ്മുടെ CF ഡയറക്ടർ അലക്സ് സാറിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കാളിയാവുകയും അവിടെ എല്ലാം ഒരു തീരുമാനങ്ങളിലെത്തുകയും ഏറ്റവും അനുഗ്രഹീതമായി ഈ VBS നടത്തുവാനും നമ്മുടെ ഡയറക്ടറും നമ്മുടെ കൺവീനറും ഇതിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും ഭയങ്കരമായ ഒരു പരിശ്രമമാണ്. അവരെ എല്ലാവരെയും അതേപോലെ ഇതിൻ്റെ ജോയിന്റ് ജനറൽ സെക്രട്ടറി ആയി സേവനമനുഷ്ഠിച്ച സെന്റ് സ്റ്റീഫൻസ് CSI തമിഴ് ചർച്ചിലെ ഫ്ലോറൻസ് കൊച്ചമ്മി എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൂടെ നിന്ന് ഇത് ഇത്രയും അനുഗ്രഹീതപ്രദമായി തീരുവാൻ സഹായിച്ച എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നു. താങ്ക് യു. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ വർഷം ആദ്യമായി പഠിച്ച പാട്ട് ഏതാണ് നിങ്ങൾക്കറിയാലോ? നമ്മുടെ തീം സോങ് അല്ലേ? തീം സോങ് പാടുന്നതിനായി നമ്മുടെ കുമാര വകുപ്പിലെ കൂട്ടുകാരെ ക്ഷണിക്കാം. സത്യമായി തന്നെ അപേക്ഷിച്ചിടും ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കും, സത്യമായി തന്നെ അപേക്ഷിച്ചിടും. യഹോവ എന്നെ ചാരയുണ്ട്, യഹോവ എനിക്കെന്നും സമീപസ്ഥൻ. യഹോവ എന്നെ ചാരയുണ്ട്, യഹോവ എനിക്കെന്നും സമീപസ്ഥൻ. ദൈവത്തോടുള്ള സുസ്ഥിരമബന്ധവും, ദൈവത്തോടുള്ള ബന്ധത്തിൻ ശക്തിയും, ദൈവത്തോടുള്ള സുസ്ഥിരമബന്ധവും. സുരക്ഷിതമായ വലയത്തെ കാത്തിടും, പരിധിയില്ലാത്തൊരനുഗ്രഹം നൽകിടും. സുരക്ഷിതമായ വലയത്തെ കാത്തിടും, പരിധിയില്ലാത്തൊരനുഗ്രഹം നൽകിടും. നല്ലൊരു വരവേൽപ്പ് എനിക്കൊരുക്കും, സർവ്വവ്യാപിയാമെന്റെ ദൈവം. നല്ലൊരു വരവേൽപ്പ് എനിക്കൊരുക്കും, നഷ്ടമായ ബന്ധത്തെ പുനഃസ്ഥാപിക്കും. നീതിയിൻ കിരീടം എനിക്കായി നൽകിടും, നഷ്ടമായ ബന്ധത്തെ പുനഃസ്ഥാപിക്കും. നീതിയിൻ കിരീടം എനിക്കായി നൽകിടും. യേശുവോടൻ ബന്ധം എന്നെ നിത്യരക്ഷയും.
അച്ഛനാണ്. അച്ഛൻ സെന്റ് ജോൺസ് മർത്തോമ ഇടവകയിലെ വികാരിയാണ്. പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി അച്ഛനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എം ഡി കോശിയച്ചൻ, ജോർജ് ജോർജൻ, മോസ് ഡേവിഡച്ചൻ, ഇന്നത്തെ നമ്മുടെ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥി ആൽബി വർഗീസ് സർ, നമ്മുടെ VBSന്റെ ലീഡർ ഹാനിൻ സർ, അധ്യാപകരെ, മാതാപിതാക്കളെ, ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ കൊച്ചു കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് ഈ VBSന്റെ സന്തോഷകരമായ കൂടിവരവിൻ്റെ സമാപന ദിനത്തിൽ ആയിരിക്കാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് VBSന്റെ ആരംഭ ദിവസം ഉദ്ഘാടനത്തിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കാര്യമാണ് ദൈവവുമായുള്ള ഈ റിലേഷൻഷിപ്പിൽ ഉറപ്പാക്കുന്നത്. അതൊരു സാക്ഷ്യമായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു സാക്ഷ്യമായി, ഒരു പാട്ടായി നമ്മുടെ ഉള്ളിൽ അത് വേണം. അത് പറഞ്ഞു വേണം നമ്മൾ പിരിയാനെന്ന് ഞാൻ പറഞ്ഞിരുന്നു. I have decided to follow Jesus. പിന്നെന്താ? No turning back. No turning back. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back. No turning back. No turning back. No turning back. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു. അതുകൊണ്ടെന്താ? പിന്മാറാതെ, പിന്മാറാതെ. എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള കണക്ഷൻ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ ചിന്താവിഷയത്തിലൂടെ പഠിച്ചത്. ഗോഡ്സ് വൈഫൈ. ഹൗ സ്ട്രോങ് ഈസ് യുവർ കണക്ഷൻ വിത്ത് ഗോഡ്? ദൈവവുമായുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിബന്ധം എത്ര സജീവമാണ് എന്നുള്ളതാണ് നമ്മളെ ഈ ചിന്താവിഷയം പഠിപ്പിച്ചത്. അങ്ങനെ അവർ 4 പേരും തീരുമാനിച്ച് അവര് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് എല്ലാം ആ ബർത്ത്ഡേയുടെ ആ സമയത്ത്, സെലിബ്രേഷന്റെ സമയത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരും ആദ്യത്തെ ആള് അയാൾ വാങ്ങിച്ച സാധനം കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്ത് അവിടുന്ന് പിരിഞ്ഞു. രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആൾ അപ്രകാരം ചെയ്തു. പക്ഷെ ഇളയ ആള് ഒരു കൊച്ചു കുഞ്ഞാണ്. അവന്റെ മനസ്സിൽ എത്ര ചിന്തിച്ചിട്ട് ഈ അമ്മയ്ക്ക് എന്താണ് നൽകേണ്ടുന്ന സമ്മാനം എന്ന് അവന് ചിന്തിക്കാനായിട്ട് സാധിച്ചു. VBSന്റെ സമാപന ദിനത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളിൽ ഞാനും നിങ്ങളും സമർപ്പിതരാകണം എന്നുള്ളതാണ്. ഈ ലോകം നമുക്ക് ഒത്തിരി സമ്മാനങ്ങൾ നൽകുന്ന ലോകമാണ്. പക്ഷെ ആ സമ്മാനത്തിലെല്ലാം വളരെയേറെ കണ്ടീഷൻസും ഉണ്ട്. പല സാഹചര്യങ്ങളും അതിന് ചതിയുമുണ്ട്. ദൈവത്തിന്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യുകയും ദൈവവുമായുള്ള വൈഫൈ റിലേഷൻഷിപ്പ് നമുക്ക് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സമർപ്പിതരായ നല്ല കുട്ടികളായിരിക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. VBSന്റെ പാഠങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. VBS നമുക്ക് നൽകിയിട്ടുള്ള ദൈവവചനത്തിന്റെ ഉൾക്കാഴ്ചകൾ നമുക്കുണ്ടാവണം. നമ്മെ അനുഗ്രഹിക്കട്ടെ. തീം പ്രസന്റേഷനായി കുമാര വകുപ്പിലെ കൂട്ടുകാരെ ക്ഷണിക്കുന്നു. VBSന്റെ ചിന്താവിഷയം ഗോഡ്സ് ദൈവത്തോടുള്ള ബന്ധം എന്തായിരുന്നു? സങ്കീർത്തനം 145 18 വാക്യമാണ് നാം അതിനായി പഠിച്ചിട്ടുള്ളത്. യഹോവ തന്നെ വിശദീകരിക്കുകയും സത്യമായി തന്നെ വിശദീകരിക്കുകയും പ്രയോജനമായ ദൈവം. ഈ വീഡിയോയിൽ നാം പഠിച്ചത് ദൈവത്തോട് സജീവമായ ബന്ധം പ്രാർത്ഥനയിലൂടെയും വചന ധ്യാനത്തിലൂടെയും ദൈവത്തെയും ദൈവവചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെയും ദൈവത്തോട് നന്ദിയുള്ളവരായി പാപവഴിയിൽ നിന്ന് മാനസാന്തര ജീവിതം നയിക്കുകയും
സഹോദരങ്ങളെ ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവത്തിനുള്ള അനുസരണക്കേട് ദൈവത്തിലുള്ള ബന്ധത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നതിനാൽ പാപത്തെ പ്രാർത്ഥനയാലും ദൈവവചനം അനുസരിക്കുന്നതിനാലും ജയിക്കാൻ പഠിക്കണം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ സർവ്വവ്യാപിയായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് ഒരു സർവശക്തിയെ നമ്മെ വിടുവിച്ച് വാഗ്ദത്തങ്ങൾ ഉറപ്പിച്ച് ദൈവിക ബന്ധത്തിൽ ഉറപ്പിച്ച് നമ്മെ എടുക്കുന്നത് നമുക്ക് ധൈര്യമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ശക്തി. ഈ ചിന്തയോടനുബന്ധിച്ച് നാം പഠിച്ചത് മോശയെ കുറിച്ചാണ്. മിസ്രൈമിലെ അടിമത്തം അനുഭവിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മോശ മുഖാന്തരം വിടുവിച്ചു കൊണ്ടുവന്നു. എന്നാൽ ചെങ്കടലിന്റെ നടുവിൽ ഭയപ്പെട്ട ജനത്തെ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം അരുളി ചെയ്തത് വിശ്വസിക്കുകയും ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ വടി ഉയർത്തിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു. ദൈവം തന്റെ ജനത്തെ അക്കരെ കടന്നു. അക്കരെ എത്തിയ ജനം മോശയുടെ നേതൃത്വത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് മോശയെ പോലെ പ്രാർത്ഥിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ശക്തിയിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കും. ദൈവത്തോടുള്ള സ്ഥിരമായ ബന്ധം. ദൈവത്തോട് നിരന്തരമായും സ്ഥിരമായും ബന്ധം പുലർത്തിയ വ്യക്തിയായിരുന്നു ദാനിയേൽ. സാഹചര്യങ്ങൾ മാറി മറിയുകയും രാജധർമ്മന കഠിനമായപ്പോഴും ഭയപ്പെടാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവത്തോടുള്ള സ്ഥിരമായ ബന്ധം നിലനിർത്തിയ ദാനിയേലിനെ പോലെ ദൈവിക മൂല്യങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങളിൽ ദൈവിക നിലപാടെടുക്കുന്നതിലൂടെയും സ്ഥിരതയാർന്ന ഒരു പ്രാർത്ഥനാ ജീവിതം നാം നയിക്കുന്നതിലൂടെയും ദൈവത്തോടുള്ള സ്ഥിരതയാർന്ന ദൈവിക ബന്ധത്തിൽ ജീവിക്കാൻ നമുക്ക് തീരുമാനിക്കാം. സുരക്ഷിതമായ വലയം. യാക്കോബ് തന്റെ പിതാവിന്റെ ഭവനം വെച്ച് ഏകനായി മരുഭൂമിയിലായിരിക്കുമ്പോഴും തന്നെ യാക്കോബിനെ സന്തോഷിക്കുന്ന ദൈവിക സാന്നിധ്യത്തിന്റെ വലയത്തിലായിരുന്നു എന്നതാണ് നാം പഠിച്ചത്. മനുഷ്യനെ പോലെ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ദൈവം നൽകിയ പദവിയെ ഉണ്ടാകുകയും യാക്കോബിനെ പോലെ ദൈവമെന്ന പദവിയുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. യാക്കോബിനെ പോലെ മരുഭൂമിയിൽ ഭയപ്പെടുന്ന അവസ്ഥയിലും നമ്മെ കഴിയാതെ നമ്മെ സംരക്ഷിക്കുന്ന ദൈവിക സാന്നിധ്യത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെപ്പിടിച്ച് മുന്നേറാൻ ഇടയാകട്ടെ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യോന. ദൈവം കൊടുത്ത വലിയ ദൗത്യത്തെ ഗൗരവമായി കാണാതെ അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലമായി യോനയ്ക്ക് ഒരു പ്രതിസന്ധികളെ കുറിച്ചാണ് നാം പഠിച്ചത്. എന്നാൽ യോനയെ പോലെ നമ്മുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവിക ബന്ധം നാം പുതുക്കുന്നതിലൂടെ യോന മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ പരിധിയില്ലാത്ത അനുഗ്രഹത്തിന്റെ ചാലായി മാറിയതുപോലെ നമുക്കും ദൈവിക ദൗത്യങ്ങളെ തിരിച്ചറിഞ്ഞ് അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു ജനതയുടെ പരിധിയില്ലാത്ത അനുഗ്രഹത്തിന് കാരണമാകാം. Omnipresent God. Elijah's story reminds us that nothing happens in our life without God's knowledge. Elijah ran in fear, hearing the enemy's words, and hid under the bark tree, wishing to die. But we learned about our omnipresent God, who strengthened Elijah mentally and physically, who brought him back to the duty which he was assigned. There are some situations in our life which God delivers us from fear, weakness, and worries, similar to Elijah. We have a God who rescues us from an unforeseen situation in our life and strengthens our relation with God. നമ്മെ ദൈവിക ബന്ധത്തിന് സാധിക്കുന്ന സദാസമയത്തിന് ശത്രുവായ പിശാചുകളുണ്ട്. ജീവിതത്തിൽ എപ്പോഴും ദൈവപിതാവിനെ മാത്രം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാമെന്നാണ് നാം പഠിച്ചത്. യേശു കർത്താവ് ശത്രുവിന്റെ പരീക്ഷയിൽ പ്രാർത്ഥനയാലും വചനത്താലും ദൈവത്തോടുള്ള അനുസരണയാലും ജയിച്ചതുപോലെ ദൈവത്തിന് സമർപ്പിതമായ ഒരു ജീവിതം നാം ജീവിക്കുന്നതിലൂടെ ദൈവിക കൂട്ടായ്മ ബന്ധം എന്നും നിലനിർത്തി മൂല്യമുള്ള തിരഞ്ഞെടുപ്പുകൾ മാത്രം നടത്തി ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് തീരുമാനമുണ്ട്. പുനഃസ്ഥാപിക്കപ്പെടുന്ന ദൈവബന്ധം. ചിലപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പഠിച്ചതുപോലെ അപ്പന്റെ ഭവനം വിട്ട് ദൂരെ പോകേണ്ടതായ സാഹചര്യം നമുക്കുണ്ടാകാം. ദൈവത്തെ മറന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിൽ ജീവിച്ച ഇളയ മകൻ സുബോധം വന്ന് തന്റെ പാപത്തെ ഓർത്ത് അനുദപിച്ചു. മാനസാന്തരത്തോടെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിയെത്തിയതുപോലെ നമുക്ക് നമ്മുടെ പാപ വഴികളെ വിട്ട് ദൈവത്തിൽ തിരിയുന്നതിലൂടെ പുനഃസ്ഥാപിക്കുന്ന
BBSലൂടെ മുഴുവൻ പഠിച്ചത് ദൈവത്തോടുള്ള ബന്ധത്തിന്റെ വിലയെക്കുറിച്ചാണ്. ദൈവത്തെ വിശ്വസിച്ച് ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അബ്രഹാം പിതാവ്. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ അവിശ്വാസത്താൽ സംശയിക്കാതെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തോടുള്ള തന്റെ അചഞ്ചലമായ വിശ്വാസം ദൈവത്തോടുള്ള ബന്ധത്തിന് താൻ കൊടുത്ത വിലയാണ്. മാത്രമല്ല, ദൈവത്തെ ദൈവിക അനുഗ്രഹത്തെക്കാൾ വിലമതിച്ച് അനുസരിച്ച് ജീവിച്ച അബ്രഹാം പിതാവ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച അനുസരണത്തിന്റെയും വിശ്വാസത്തിന്റെയും മാതൃകയാണ്. നമുക്കും ദൈവത്തോടുള്ള ബന്ധത്തിന്റെ വില തിരിച്ചറിഞ്ഞ് അനുസരണത്താലും വിശ്വാസത്താലും ദൈവിക ബന്ധത്തിൽ മുന്നേറാം. അതുകൊണ്ട് ദൈവിക ബന്ധപ്പെട്ട നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക ബന്ധത്തിൽ നാം പഠിച്ചതുപോലെ മുന്നേറുവാനും ദൈവിക ബന്ധത്തിന് എതിർത്തുകൊണ്ട് എല്ലായ്പ്പോഴും ആ ദൈവിക ബന്ധത്തിൽ ജീവിക്കുവാൻ നമുക്ക് തീരുമാനത്തോടെ നോക്കാം. ബഹുമാനപ്പെട്ട അനിൽ പി വർഗീസ് സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം TVT MHS വെളിയിൽ സ്കൂളിലെ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. അഖില കേരള ബാലജന സഖ്യം ചാത്തന്നൂർ യൂണിയന്റെ രക്ഷാധികാരിയാണ്. ഭദ്രാസന സെൻട്രൽ സ്കൂൾ സമാജം തിരുവനന്തപുരം കൊല്ലം ഡയസിന്റെ സെക്രട്ടറിയുമാണ്. സ്നേഹത്തോടെ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഈ ക്യാമ്പിൻ്റെ ഡയറക്ടറായിട്ട് റോബിൻ സർ, ഇതിൻ്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കൺവീനേഴ്സ്, അധ്യാപകർ, പ്രിയമുള്ള രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹനിധിയായ കുഞ്ഞുങ്ങളെ, ഇന്ന് BBSലെ ഫൈനൽ ഡേയിൽ എന്താണ് എന്നെ സെലക്ട് ചെയ്തതെന്ന് എനിക്കറിയാൻ വയ്യ. ഏതായാലും നിങ്ങളോടൊപ്പം വന്ന് അല്പസമയം കുറച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. വെക്കേഷൻ ആയിരിക്കുമ്പോൾ കുട്ടികൾ യേശുക്രിസ്തുവുമായി ബന്ധം ലഭിക്കുന്നതിനൊരു അവസരമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പലവിധമായ തെറ്റായ വഴികളിലേക്ക് കടന്നു പോകുന്നു. അതിനൊരു ശരിയായ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും യേശുക്രിസ്തുവുമായ ഒരു ബന്ധം സ്ഥാപിക്കാത്തത് കൊണ്ടാണ്. അതിന് പറ്റിയൊരു തീമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഗോഡ്സ് വൈഫൈ ഓൾവേസ് ഓൺലൈൻ വിത്ത് ഗോഡ്. അപ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ആ ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ കഴിയും. നിങ്ങളൊക്കെ ആ ഒരു ബന്ധത്തിലായി കഴിഞ്ഞു, ഇന്നലെ നിങ്ങളെയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ബന്ധത്തിലൂടെ തുടർന്നുള്ള നാളുകൾ കടന്നു പോകണം. ആ ബന്ധം നിലനിൽക്കണമെങ്കിൽ രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ പ്രാർത്ഥന, കർത്താവുമായിട്ടുള്ള ഓൺലൈൻ ബന്ധം അതാണ്. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി ആ പ്രാർത്ഥനയിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാൻ കഴിയും. അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ, തീരുമാനമെടുക്കേണ്ട സമയമാകുമ്പോൾ, ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർത്താവുമായി ബന്ധപ്പെട്ട് അതിലൊരു അവസരം നിങ്ങൾക്ക് ലഭ്യമാകുകയും നേരായ മാർഗത്തിലൂടെ കടന്നു പോകാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളൊക്കെ BBS പഠിച്ചില്ലേ? ഇഷ്ടമായോ? വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ രണ്ടാം ദിവസം പഠിച്ച അന്നത്തെ വാക്യം ഒരാൾക്കൂടെ പറയാം. യേശു അവളോട്, സ്ത്രീയെ വിശ്വാസം ഇല്ലാതെ ദുഷ്ടമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാളിൽ മുതൽ അവൾക്ക്
സാധിക്കുമെന്ന്. മീൻ ചേർന്ന് പോന്നു കിടക്കും, ധാരാളം ചെളിയും അഴുക്കുമുണ്ട്. പക്ഷേ അതിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല തെളിച്ചമാണ്, വെണ്മയാണ്, തിളങ്ങുന്ന ശരീരമാണ്. അതുകൊണ്ട് നാം എവിടെയായിരുന്നാലും തിളങ്ങുന്നവരായിരിക്കണം. കർത്താവ് തിളങ്ങുന്നവരായി മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. ഇതാണ് എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാറുള്ളത്. ഈ വൈഫൈ അല്ലെങ്കിൽ കർത്താവുമായിട്ട് ഓൺലൈൻ ബന്ധപ്പെട്ടുകൊണ്ട് അച്ചടക്കമുള്ളവരായി പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് വളർച്ചയിലേക്ക് പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾ കഴിയണം. അങ്ങനെ ഈ രാജ്യത്തിനും സമൂഹത്തിനും നമ്മുടെ വീട്ടിലും കൊള്ളാവുന്നവരായി തീരാൻ കഴിയട്ടെ എന്ന് കൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. എന്നെ വിളിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട റെനോ ജോണസിനെ ക്ഷണിക്കുന്നു. ഓരോ വീഡിയോസും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് അല്ലേ? തന്റെ സാക്ഷ്യം പങ്കുവെക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരാളായി ഈ വർഷം കുമാര വകുപ്പിൽ പഠിക്കുന്ന അലീന ജോയ്സിനെ സാക്ഷ്യം പറയുന്നതിനായി ക്ഷണിക്കുന്നു. എന്നാണ് ഞാൻ സെന്റ് തോമസ് CSI ചർച്ച് കൊല്ലം ഈ പള്ളിയിലെ മെമ്പറാണ്. ഞാൻ ഇപ്പോൾ BBS കുമാരവകുപ്പ് ക്ലാസ്സിലാണ്. ഓമനയാണ് ഈ വർഷത്തെ ടീച്ചർ. ഞാൻ ചെറുപ്പം മുതലേ BBS പങ്കെടുക്കാറുണ്ട്. ഒരുപാട് നല്ല നല്ല പാട്ടുകളും കഥകളും പഠിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ഈ ഭാഷ ഞാൻ പഠിച്ചതിൽ എനിക്ക് ഏറ്റവും അധികം അട്രാക്റ്റീവായി തോന്നിയിരുന്നത് യേശു ഉയർപ്പിച്ച ലാസറിന്റെ സഹോദരിയായ മറിയ എന്ന ക്യാരക്ടറാണ്. തന്റെ ചുറ്റുമുള്ള സകലത്തിനെയും വളർത്ത് യേശു കർത്താവിന് വേണ്ടി സമയം കണ്ടെത്തുന്ന മറിയ, യേശു കർത്താവിന് തൊട്ടടുത്ത് ഇരുന്ന മറിയ, യേശു കർത്താവിന്റെ കാൽ കഴുകിയ മറിയ, എത്ര നല്ലൊരു വ്യക്തിയാണ് മറിയ. ആ മറിയെ പോലെ എൻ്റെ യേശു അപ്പച്ചന് വേണ്ടി ജീവിക്കുവാനും കർത്താവിന്റെ വചനത്തിൽ ശ്രദ്ധ വെച്ച് ജീവിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെയുള്ള BBS യേശു കർത്താവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ ആ തീരുമാനം ബോധിപ്പിക്കുവാൻ എനിക്ക് ഈ BBSലൂടെ സാധിച്ചു. തുടർന്നും എൻ്റെ യേശു അപ്പച്ചൻ്റെ പൈതലായി ഞാൻ ജീവിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഏറിയ സാക്ഷി ഞാൻ നിർത്തട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ആശംസാ പ്രസംഗത്തിനായി CSI ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രൽ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 64ാമത് BBSന്റെ സമാപന ദിവസത്തിലായിരിക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷത്വം അലങ്കരിക്കുന്ന ഏറ്റവും സ്നേഹബഹുമാനമുള്ള ജോൺ അച്ഛൻ, നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച മാർത്തോമ സഭ കൊല്ലം തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ സന്ദേശ സമ്മാനം സെക്രട്ടറി ആയിരിക്കുന്ന സ്നേഹമുള്ള അനിൽ P. വർഗീസ് ആണ്. മോസസ് ഡേവിഡച്ചൻ, MD കോശിയച്ചൻ, നമ്മുടെ ഈ വർഷത്തെ യുണൈറ്റഡ് BBSന്റെ ഡയറക്ടറായിരിക്കുന്ന അനിൽ സാർ, അതോടൊപ്പം ഈ സൺഡേ സ്കൂൾ യുണൈറ്റഡ് BBSന്റെ കൺവീനറായിരിക്കുന്ന ജീന ജോൺ, ഈ സൺഡേ സ്കൂളിൻ്റെ യുണൈറ്റഡ് BBSന്റെ അധ്യാപകരായിരുന്ന പ്രിയപ്പെട്ടവർ, പ്രിയ കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, ദൈവത്തിൽ ക്രിസ്തുവേശുവിനുള്ള സ്നേഹം. ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയം നമ്മളെല്ലാം ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഗോഡ്സ് വൈഫൈ എന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സമകാലികമായ ഒരു വിഷയമാണ് CSI സഭ ഈ വർഷത്തെ ചിന്താവിഷയമായി തന്നെ. നമ്മൾ ദൈവമായി എപ്പോഴും ഒരു നല്ല ബന്ധത്തിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ഏറ്റവും സഹായകമായിത്തീരും. നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ സുഹൃത്തുക്കളും മറ്റുള്ളവരുമായി നമ്മൾ നല്ലൊരു ബന്ധത്തിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കും സന്തോഷത്തിനും സങ്കടത്തിനും എല്ലാം നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ തീർച്ചയായും എല്ലാവരും ഉണ്ടായിരിക്കും. എന്നാൽ ഏത് പ്രതിസന്ധിയിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആരാണ്? നമ്മുടെ ദൈവമാണ്. ഈ പഠനത്തിൽ നമുക്ക് ആ സാക്ഷ്യം നിർവഹിക്കാൻ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വർഷത്തെ ഇതിന് ചുമതല വഹിച്ച ജീന ജോൺ, അതുപോലെ എല്ലാ ഇടവുകളുടെ വൈദികർ, നമ്മുടെ സന്ദേശ അധ്യാപകരെ സംരക്ഷിച്ച നമ്മുടെ ജീവിതങ്ങൾ സഹായിക്കുന്ന എല്ലാവർക്കും CSI ക്രൈസ്റ്റ് കത്തീഡ്രൽ എല്ലാവിധമായ ആശംസകൾ നൽകിക്കൊണ്ട് ദൈവങ്ങളുടെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാർത്ത ദൈവം
നമ്മുടെ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സിന്റെ ഭാഗത്തു നിന്ന് മിസ് അഭിയ മനോജിനെ ടെസ്റ്റിമണിക്കായി ക്ഷണിക്കുന്നു. എൻ്റെ പേര് അഭിയ എന്നാണ്. ഞാൻ സെൻറ് ജോൺസ് മർത്തോമ ചർച്ചിലെ മെമ്പറാണ്. ശിശുവപ്പ് മുതൽ ഒരു വർഷം പോലും മുടങ്ങാതെ ഞാൻ KBSൽ വന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഒരു സ്റ്റുഡൻ്റായിട്ട് ഞാൻ സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ വന്നെങ്കിലും കർത്താവിനെ നിയോഗിച്ചതൊരു വോളണ്ടിയർ ആയിട്ടായിരുന്നു. എങ്ങനെ വോളണ്ടിയർ ഡ്യൂട്ടി ചെയ്യണമെന്നോ എങ്ങനെ നിൽക്കണമെന്നോ അറിയുന്നുണ്ടായിരുന്നു. അപ്പം സീനിയേഴ്സിൻ്റെ സഹായത്തോടെ എനിക്ക് വോളണ്ടിയർ ഡ്യൂട്ടി നല്ലോണം ചെയ്യുവാനും കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഒരു വോളണ്ടിയർ ആയപ്പോഴാണ് ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഞാൻ ഓരോരുത്തരും നോക്കിയതെന്ന് മനസ്സിലായത്. ഇനി എൻ്റെ കർത്താവ് തന്നെ എവിടേക്ക് നിയോഗിക്കുന്നു അവിടെയെല്ലാം എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു അവസരം തന്ന BBS കമ്മിറ്റിയോടും എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എൻ്റെ സാക്ഷി പറയുന്നതിനായി വിജയ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ BBS ടീച്ചറായിട്ട് വരുന്നത്. അപ്പൊ എന്റെ ജീവിതത്തില് ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടാക്കുന്ന കഥ പറയാൻ പോകുന്നത് കേട്ടോ. പറഞ്ഞേ അപ്പൊ ആദ്യ സിനിമയിലെ രംഗം എന്താണല്ലോ, ഒരു കല്യാണം. ഒരു കല്യാണം കഴിഞ്ഞു, വർഷങ്ങൾ പോയി. എല്ലാരും ചോദിക്കുന്നു എനിക്ക് പിള്ളേരില്ലേ, കുഞ്ഞുങ്ങളില്ലേ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അപ്പയ്ക്കും ഭയങ്കര വിഷമായി. എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, കുറെ പ്രാർത്ഥിച്ചു, രക്ഷയില്ല കേട്ടോ. അവസാനം എല്ലാവരൊക്കെ മാറി പറഞ്ഞു ഇവരുടെ പ്രാർത്ഥന അത്ര ശരിയല്ല, ഇവര് മുട്ടുമേന്ന് പ്രാർത്ഥിക്കുന്നില്ല, അതുകൊണ്ടാ. ആണോ? നിങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്ന മുട്ടുമേന്ന് പ്രാർത്ഥിക്കുവോ? ഇപ്പൊ നമ്മളെ വെച്ചാണെങ്കിൽ മുട്ടുമേന്ന് പ്രാർത്ഥിക്കാം. കുറെ നാള് മുട്ടുമേന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ടും ദൈവം ഒരു കുഞ്ഞിനെ തന്നില്ല. ഈ കഥ ബൈബിളിലുണ്ടോ? ആർക്കാ ദൈവം ഒത്തിരി നാളെ ഈ കുഞ്ഞിനെ കൊടുത്തേ? ഗുഡ് ബോയ്. അതുപോലെയാണ് കേട്ടോ ടീച്ചറിന്റെ ജീവിതത്തിലും. 11 വർഷം കഴിഞ്ഞു. അതിന് ഇടയാക്കിയ ഒരു മെന്റർ
ക്ഷണിക്കുന്നത് നമ്മുടെ ഇത്തവണത്തെ VBS ഡയറക്ടറായ അനിൽ സാറിനെയാണ്. സങ്കടമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നിങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്ക് നമ്മളുടെ ആക്ഷൻ സോങ് കഥകളൊക്കെ ആയിട്ട് ആദ്യം പാട്ടൊക്കെ ആയിട്ട്. പക്ഷേ സാറിന് സങ്കടം ഇന്ന് കഴിഞ്ഞ പിന്നെ നിങ്ങളൊക്കെ എന്താ കാണുന്നതെന്ന് അറിയില്ല. ശരിക്കും സങ്കടമുണ്ട് സാറിനോട്. നല്ല മക്കളായിരുന്നു നിങ്ങളെല്ലാവരും, നല്ല മക്കളായിരുന്നു. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് സാറ് നന്ദി പറയുന്നത് ഈ അച്ഛന്മാരോട്. ഞാൻ ആദ്യത്തെ മീറ്റിങ്ങിൽ നമ്മുടെ ചർച്ചിലായിരുന്നു ഏറ്റവും ആദ്യത്തെ മീറ്റിംഗ്. അവിടെ ചെന്നപ്പോൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പ്രിയ വിശേഷം വന്നു, സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങളെല്ലാം സാറിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. പറയുക മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ സാറിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും 4 അച്ഛന്മാരും ഉണ്ടായിരുന്നു, അവരുടെ സഹകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഇതൊരു ടീം വർക്കാണ്, ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ പ്രിയ അച്ഛന്മാരുടെ സഹകരണവും പ്രോത്സാഹനവും സാന്നിധ്യമൊക്കെ ഞങ്ങളുടെ കൂടെ ഇല്ലാതെ ഞങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കൺവീനറായിരിക്കുന്ന ജീന ചേച്ചിയോട് ഞാൻ നന്ദി പറയുന്നു. നന്ദി പറയുന്നതിൻ്റെ ഒരു കാര്യം, ഞാൻ ആദ്യം എന്നെ വിളിക്കുന്നത് ജീന ചേച്ചിയാണ്, ഇങ്ങനെ ഇവിടുത്തെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു, ചേച്ചി ഞാൻ 2008 ലാസ്റ്റ് VBSന്റെ ഡയറക്ടറായിട്ട് പോയിട്ട്, അതിനുശേഷം പിന്നെ ഞാൻ പഠിച്ചു. പിന്നെ കൗൺസിലിംഗ് ഫീൽഡാണ്, നിങ്ങൾക്ക് അതൊക്കെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ചേച്ചിയോട് സാർ ഒരു 10 ദിവസം കുഞ്ഞുങ്ങളെ പോലെ ആയാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയുടെ ആ ഒരു എൻകറേജ്മെന്റ് വേണ്ടി ആണ് എന്നെ അടുത്തൊരു പ്രിയ ചേച്ചി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യായിരുന്നു. എപ്പോഴും ഓരോ കാര്യം ചോദിക്കുകയും എന്നൊക്കെ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചേച്ചിയോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്ന പ്രിയ ടീച്ചേഴ്സിനോടാണ്. എനിക്ക് എങ്ങനെ അവരോട് നന്ദി പറഞ്ഞാൽ, ചില ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്. നിങ്ങളിപ്പോൾ ഒരു ടീച്ചർ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ കണ്ടില്ലേ, മിജി ടീച്ചർ, ഞങ്ങളുടെ എല്ലാവരും റെപ്രസെന്റേറ്റീവാണ്. ഇതുപോലെ ഭയങ്കര ഉത്സാഹത്തോടെ ക്രിയേറ്റീവായിട്ട് മോശയുടെ പെട്ടകത്തിൽ ഒഴുക്കി വിട്ട ആ ഞാങ്ങളുടെ പെട്ടകത്തിൽ വിട്ട ഒരു കഥ ഒരു ടീച്ചർ പഠിപ്പിക്കാൻ വന്നപ്പോൾ എന്താ കൊണ്ടതെന്ന് അറിയോ, ഒരു ഭയങ്കര ഒരു ട്രേ and അതിനകത്ത് ഒരു ടോയ് മോശയുടെ. അപ്പോൾ പറയാം സാർ ഇങ്ങനെ കാണിച്ച പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ അവരുടെ മാക്സിമം ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈ വചനങ്ങളെ കയറണമെന്നുള്ള ആഗ്രഹത്തിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ച പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രത്യേകിച്ച് ഡിവോഷനൊക്കെ വളരെ ബ്ലെസ്സിങ് ആണ്. എനിക്കും ഞങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലെ ബിയാറ്റിറ്റ്യൂഡ്സ് ആണ് പഠിച്ചത്. അതെല്ലാം വളരെ എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അടുത്തത് ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സാണ്. എനിക്ക് എൻ്റെ അനിയന്മാരെ പോലെയും അനീതിമാരെ പോലെയായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ. പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കമ്മിറ്റി മെമ്പേഴ്സിനോടും പ്രിയങ്ങളോടെല്ലാം നന്ദി അറിയിക്കുന്നു. അവസാനമായിട്ട് ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ കൊച്ചു മക്കളോടാണ്. നിങ്ങളെല്ലാം വളരെ നല്ല മക്കളായിരുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കണം. യേശുവിനെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു സർ. നമ്മുടെ ഡയറക്ടർക്ക് ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി റവറൻ MD കോശി അച്ഛനെ ക്ഷണിക്കുന്നു. വളരെ ഭംഗിയായി നടത്താൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് വളരെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നലെ റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കുന്നു. യുണൈറ്റഡ് VBSന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിനായി സെന്റ് തോമസ് CSI ചർച്ച്, CSI ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രൽ, സെന്റ് സ്റ്റീഫൻസ് തമിഴ് ചർച്ച്, സെന്റ് ജോർജ് മാർത്തോമ ചർച്ച് എന്നീ ഇടവകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു. 2024-25 പ്രസിഡന്റായി സെന്റ് ജോൺസ് മാർത്തോമ ചർച്ചിലെ വികാരി റിനു ജോൺ അച്ഛൻ നേതൃത്വം നൽകി വരുന്നു. വൈസ് പ്രസിഡന്റ്സായി നെഗോഷിയേഷൻ ജോസ് ജോർജ് അച്ഛൻ, മോസസ് എന്നീ പ്രവർത്തിച്ചു വരുന്നു. VBS കമ്മിറ്റിയുടെ ട്രഷററായി സെന്റ് തോമസ് CSI ചർച്ച് അംഗം ശ്രീ മനോജ് സാമ്പർ, കൺവീനറായി CSI ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രൽ അംഗം ജീന ജോൺ പ്രവർത്തിക്കുന്നു. ജോയിന്റ് കൺവീനറായി സെന്റ് സ്റ്റീഫൻസ് തമിഴ് ചർച്ചിലെ മിസസ് ഫ്ലോറൻസ് JL കൊച്ചമ്മയും പ്രവർത്തിക്കുന്നു. കമ്മിറ്റി മെമ്പേഴ്സായി മിസസ് ആനി ഷിബു, മിസസ് ബീന മനോജ്, മിസസ് സൂസൻ ബ്രീഷ്യസ്, മിസസ് സുശീല സാം, മിസസ് സിമി മാത്യു, മിസസ് മോളി സാമൽ, മിസ്റ്റർ ജോസഫ് ബെൻസ്ലി, സെന്റ് ക്രിസ്റ്റഫർ സർ, മിസസ് സീന റോയ്, മിസസ് KJ തോമസ് എന്നിവർ പ്രവർത്തിക്കുന്നു. ഈ വർഷത്തെ യുണൈറ്റഡ് VBS ഡയറക്ടറായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്
ശ്രീ ഹനൻ പോൾ സാറാണ്. ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നടത്തുവാൻ VBS കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. അതിനായി 30/3/2025 കൂടിയ യോഗത്തിൽ വേണ്ടുന്ന മുൻകരുതലുകൾ നമ്മൾ നടത്തി. VBS തുടങ്ങിയ ദിവസം മുതൽ പള്ളിയിൽ പരിസരം വൃത്തിയാക്കിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുഴുവൻ സമയവും ചെലവഴിച്ച സെന്റ് തോമസ് സഭയിലെ സെക്രട്ടറി ശ്രീ PT ബാബു അതിനോടുള്ള നന്ദി അറിയിക്കുന്നു. 2025 യുണൈറ്റഡ് VBS ഇത്രയും ഭംഗിയായി നടത്തുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമിതിയിൽ സമർപ്പിക്കുന്നു. വൈസ് പ്രസിഡന്റുമാരായി MD കോശിയച്ചൻ, ജോർജ് അച്ഛൻ, മോസസ് ഡേവിഡ് അച്ഛൻ എന്നിവർ പ്രവർത്തിച്ചു. ഈ 4 അച്ഛന്മാർക്കുമുള്ള സ്നേഹോപഹാരങ്ങൾ നൽകുന്നതിനായി നമ്മുടെ സീനിയർ കമ്മിറ്റി മെമ്പേഴ്സായ മിസ്സസ് സൂസൻ ബ്ലേഷ്യസ്, മിസ്റ്റർ N. ക്രിസ്റ്റഫർ, മിസ്സസ് സുശീല സാം, മിസ്റ്റർ ജോസഫ് പെൻസ്ലി എന്നിവരെ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ടീച്ചേഴ്സിനും വോളണ്ടിയേഴ്സിനും ഒക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. ശ്രേഷ്ഠനായി എനിക്ക് ഫാമിലിഷൻ എന്ന ദൈവത്തിന് ആദ്യം സ്വപ്നം പറയുകയാണ്. അപ്പോൾ 25 വർഷമൊക്കെയുള്ള ഓരോ വർഷം തോറും ഈ VBS നടത്തുവാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യുവാനും നടത്തിക്കുവാനും എന്നെ പ്രോത്സാഹിപ്പിച്ച ഇടവകയിൽ VBS കമ്മിറ്റി അംഗങ്ങളോടും സഭാജനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. It's free for all, 'cause we died for it.
will share it, we can use it. It's free for all, cause He died for us. Hey, 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 we have God's life. Hey, 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 we have God's life. നമ്മുടെ VBS കമ്മിറ്റി അംഗമായിരിക്കുന്ന മിസ്റ്റർ KT തോമസിനെ വോട്ട് ഓഫ് താങ്ക്സിനെ ക്ഷണിക്കുന്നു. ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ ഈ നിമിഷം വരെയും കൊല്ലം യുണൈറ്റഡ് VBS എൽഡായി 2025 64ാമത് VBSൽ ചെയ്ത എല്ലാ ദൈവകൃപകളും അനുഭവിക്കാൻ നമുക്കിടയാക്കി. ആദ്യമായി ഞാൻ സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും നന്ദിയും വിധേറ്റുന്നു. നമ്മുടെ യുണൈറ്റഡ് VBSന്റെ ഈ വർഷത്തെ പ്രസിഡന്റായിട്ട് നമുക്ക് ഇന്നത് റീനോ ജോൺ അച്ഛൻ, സെന്റ് ജോൺസ് മാർത്തോമപ്പള്ളിയിലെ അച്ഛനായിരുന്നു. പ്രാരംഭ സമയം മുതൽ ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുവാനും എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ ആലോചനകളും പ്രാർത്ഥനകളും നിയന്ത്രണങ്ങളും നൽകി ഇത്രത്തോളം ദൈവം സഹായിച്ചു. അച്ഛനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദി ഞാൻ പ്രാർത്ഥിക്കുന്നു. വൈസ് പ്രസിഡന്റുമാരായി ഡെപ്യൂട്ടി കോശിയച്ഛൻ, ജോസ് ജോൺ അച്ഛൻ, മോസഫ് ദേവ് അച്ഛൻ, 3 പള്ളികളിലെ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. റീനോ ജോൺ അച്ഛനോടൊപ്പം ചേർന്ന് അവരുടെ ആലോചനകളും പ്രാർത്ഥനകളും സാന്നിധ്യവും നമുക്ക് കഴിഞ്ഞ 8 ദിവസവും മാത്രമല്ല കഴിഞ്ഞ കമ്മിറ്റിയുടെ ആരംഭം മുതൽ ഈ ദിവസം വരെ ഈ നിമിഷം വരെയും അനുഭവിക്കാൻ സാധിച്ചു. 3 അച്ഛന്മാർക്കും റീനോ ജോൺ അച്ഛനോടൊപ്പം ചേർന്ന് VBS കമ്മിറ്റിയുടെ പേരിലുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊള്ളു. ഓരോ വോളണ്ടിയേഴ്സിനെയും ദൈവം വരുന്ന സമയങ്ങളിൽ അനുകരിക്കട്ടെ. അവരുടെ യൗവനക്കാലം നല്ല രീതിയിൽ പൂർത്തീകരിച്ച് തുറന്നുള്ള ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൂടുതലായി അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങളുടെ പേരിലും VBS കമ്മിറ്റിയിലുള്ള സ്നേഹവും നന്ദി അവരോട് അറിയിച്ചുകൊള്ളു. എല്ലാ കുഞ്ഞുങ്ങളോടും ഉള്ള സ്നേഹവും നന്ദിയും ഞാൻ പ്രകാശിച്ചുകൊള്ളട്ടെ. ഒപ്പം തന്നെ അവരെ സജ്ജീകരിച്ച സമയത്ത് കൊണ്ടുവരുന്ന മാതാപിതാക്കൾ വളരെ ബുദ്ധിമുട്ടവർ അനുഭവിക്കുന്നത്. രാവിലെ കുഞ്ഞുങ്ങളെ എണീക്കാനും തുടർന്ന് ഒരുക്കി ഇവിടെ കൊണ്ടുവരേണ്ട വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ ദൈവനാമത്തിൽ അവരെ മനസ്സിലാക്കി ദൈവം കുഞ്ഞുങ്ങളെ വളരുവാനുള്ള അവരുടെ ആകാംക്ഷ ദൈവം സഹായിക്കട്ടെ. പെരുന്നാളുകളുടെ കുഞ്ഞുങ്ങൾക്ക് അതിൽ ഉന്നതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ മാതാപിതാക്കളുള്ള സ്നേഹവും നന്ദിയും ഞാൻ പ്രകാശിച്ചുകൊള്ളുന്നു. കടന്നു വന്ന എല്ലാവർക്കും, ഇവിടെ ആയിരിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവും VBS കമ്മിറ്റിയിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വന്തം സംവിധാനമേ, യുണൈറ്റഡ് VBSന്റെ ഈ 64ാം വർഷം ഞങ്ങൾക്ക് സന്തോഷത്തോടെ ആരംഭിച്ച് സന്തോഷത്തോടും സ്തുതിയോടും സ്വാതന്ത്ര്യത്തോടും ഇത് പര്യവസാനിക്കുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യും. അവിടെയൊക്കെ അധ്വാനങ്ങൾ ദൈവം മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. നാശകരമായ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ പൈതങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ് അവർ കർത്താവെ
ദൈവമായുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ അവരെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ സാന്നിധ്യം വരണം. നല്ല പിതാവേ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം പ്രാർത്ഥന എല്ലാ കാര്യങ്ങളോടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും ഇവിടെ ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. VBS
തിമിത്തോം തക തക തിമിത്തോം തക തിമിത്തോം തക തിമിത്തോം തക തക തിമിത്തോം. ആഴിനാഴത്തിൽ ജീവിച്ചാലും മീനിനോ കുഞ്ഞുങ്ങൾക്കോ പേടിയില്ല. ഉയരത്തിൽ പറന്നിടുമ്പോൾ കഴുകനോ കുഞ്ഞുങ്ങൾക്കോ പേടിയില്ല. മൺമഴ പെയ്താലും മൺകാറ്റടിച്ചാലും കാട്ടിലോടും പുള്ളിമാനു പേടിയില്ല. എവിടെ നിന്നെപ്പോൾ വിളിച്ചാലും കേൾക്കുന്ന ദൈവമുള്ളതാലവയ്ക്കു പേടിയില്ല. നമുക്കു പേടി വേണ്ട. തകതിമിത്തോം തകതിമിത്തോം തക തകതിമിത്തോം 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 തക തകതിമിത്തോം 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 തക തകതിമിത്തോം 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 തക തകതിമിത്തോം. നമ്മുടെ മധ്യവകുപ്പിലെ സീനിയർ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു സ്കിറ്റ് നമുക്ക് കാണാം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, സ്നാപ്ചാറ്റ്, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട് അല്ലേ? പക്ഷെ ഇതൊന്നും നമുക്ക് സന്തോഷം തരുന്നവയല്ല. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, സാത്താൻ നമ്മുടെ ഇടയിൽ നിന്ന് മാറി യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇത്രയും ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. അതാണ് ഈ കൊച്ചു കൂട്ടുകാർക്ക് ഇവിടെ കാണിക്കാൻ ശ്രമിച്ചത്. താങ്ക് യു. ഓക്കെ കൂട്ടുകാരെ, സ്കിറ്റെല്ലാം ഇഷ്ടപ്പെട്ടോ? നമ്മളെന്താ ഇതിലൂടെ പഠിച്ചത്? നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മൾ വേറൊരു ശത്രുവിന്റെ അടുപ്പിലേക്ക് പോകും. പക്ഷെ കർത്താവ് നമുക്ക് എന്ത് ചെയ്യും? അതിന് വിടുതൽ തരുന്നത് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ആരെന്നറിയോ? നമ്മുടെ ഓൾവേസ് ആയിട്ടുള്ള അച്ഛന്മാരും ചേച്ചിമാരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് അവർ വരുന്നവരെ നമുക്കൊരു ആക്ഷൻ സോങ് ചെയ്താൽ എല്ലാവരും ട്രെയിനിങ് ചെന്നിട്ട് റെഡിയാണോ? Ate kate no
misa voce hexacola misa voce hexacola misa voce ate katenova e misale misadola misale ate katenova e misale misadola misale hexacola misa voce hexacola misa voce hexacola misa voce hexacola misa voce ate katenova e misale misadola misale ate katenova e misale misadola misale hexacola misa voce hexacola misa voce hexacola misa voce hexacola misa voce ate katenova e misale misadola misale ate katenova e misale misadola misale hexacola misa voce hexacola misa voce hexacola misa voce hexacola misa voce ate katenova e misale misadola misale ate katenova e misale misadola misale. Hexacola misa voce hexacola misa voce hexacola misa voce hexacola misa voce ate katenova e misale misadola misale ate katenova e misale misadola misale hexacola misa voce hexacola misa voce hexacola misa voce hexacola misa voce ate katenova e misale misadola misale ate katenova e misale misadola misale hexacola misa voce hexacola misa voce hexacola misa voce hexacola misa voce ate katenova e misale misadola misale ate katenova e misale misadola misale hexacola misa voce hexacola misa voce hexacola misa voce hexacola misa voce ate katenova e misale misadola misale ate katenova e misale misadola misale hexacola misa voce hexacola misa voce hexacola misa voce hexacola misa voce ate katenova e misale misadola misale ate katenova e misale misadola misale hexacola misa voce hexacola misa voce hexacola misa voce hexacola misa voce ate katenova e misale misadola misale ate
BBSന്റെ ലാസ്റ്റ് ഒരു സോങ്, ഏറ്റവും ലാസ്റ്റ്, ഫൈനൽ ലാസ്റ്റ്. അത് നിങ്ങളൊരു പെയറിനെ കണ്ടുപിടിക്കാമോ? നിങ്ങളുടെ കൂടെ ഒരു പെയറിനെ ഒരാളെ കണ്ടുപിടിക്കാമോ? ഒരു സർപ്രൈസ് വേഗാവട്ടെ. നിങ്ങൾക്ക് പെയർ കണ്ടുപിടിച്ചാ ഈ സമയം ഒരാളുടെ ആൻസർ. Right, here we go.
യുണൈറ്റഡ് TBS 64-ാം വർഷം സന്തോഷത്തോടെ ഞങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ ദൈവം സഹായിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ കൊല്ലപട്ടണത്തിലെ വിവിധ ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ അങ്ങയുടെ സ്നേഹത്തിലും സന്തോഷത്തിലും ദൈവത്തിൻ്റെ മഹത്വം നിറയ്ക്കുവാൻ സഹായിക്കുന്നതിനായി നന്ദി അർപ്പിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തെ കർത്താവെ TBSന്റെ പ്രസിഡന്റായ ചുമതല അർപ്പിച്ച കർത്താവിന് വേണ്ടി അതിൻ്റെ കമ്മിറ്റികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ വൈദികർക്കും വേണ്ടി വിവിധ ഇടപെടൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് എല്ലാവർക്കായി ദൈവം ഇതിനെ കടന്ന ഓരോ കുഞ്ഞുങ്ങളെയും അധ്യാപകർ വിവിധ നിലകളിൽ ഞങ്ങളെ സഹായിക്കുകയും കരുതുകയും എല്ലാവർക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ കൃപയെ നിറവേറ്റുന്നു. കർത്താവെ ഞങ്ങളെപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തി അനുഗ്രഹം പ്രാപിക്കാൻ സഹായിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗം യുണൈറ്റഡ് TBSന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും എല്ലാവരും ഞങ്ങളുടെ നിൽക്കുന്നതായിരിക്കുമാറാകട്ടെ.